ചിത്രങ്ങളെല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏറെ ഹിറ്റായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കിഷ്കിന്ധാ ഖണ്ഡത്തിൻ്റെ നടനാണ് എൻ്റെ കൂടെയുള്ളത് ആസിഫ് അലി. അതിനോടൊപ്പം തന്നെ ആസിഫ് അലിയുടെ ഓണവിശേഷങ്ങളുമാണ് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ആദ്യം ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. എൻ്റെ ഉത്രാടപ്പാച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓണവിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇത്തവണത്തെ ഓണം എങ്ങനെയുണ്ട്? വലിയ ആഘോഷങ്ങളൊന്നും എല്ലായിടത്തും ഇല്ലെങ്കിൽ പോലും അതെ, നമ്മൾ അറിയാം, നമുക്ക് വയനാട് സംഭവിച്ചതിന് ശേഷം നമ്മളെല്ലാവരും തീരുമാനിച്ചതാണ് ഓണാഘോഷങ്ങൾ വളരെ പരിമിതമായി മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതും. ഒരുപാട് ആഘോഷങ്ങൾ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മളെല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മൾ എന്താ പറയുക, ഒരു ഇതുമൊക്കെയായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഓണ സീസൺ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും, അത് സിനിമ മാത്രമല്ല എല്ലാ വ്യവസായങ്ങൾക്കും ഓണം സീസൺ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പം അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് എല്ലാവരും പറഞ്ഞ് കേട്ടെടുത്തോളം, ഞാൻ സിനിമ കണ്ടില്ല, പക്ഷേ ഈ ഓണത്തിരക്കൊന്ന് ഇതായിട്ട് വേണം കാണാനായിട്ട്. പക്ഷേ എല്ലാ റിവ്യൂകളായാലും കണ്ടവരുടെയൊക്കെ അഭിപ്രായം എന്ന് പറയുന്നത് അതിഗംഭീരം, ചെറിയ പടം എന്നല്ല. അത് ഇപ്പം കുറേ ആയി ഞാനും ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ളൊരു സിനിമ ചെയ്യണമെന്നും ഇതിൻ്റെ ഇങ്ങനെ ഒരു വിജയത്തിൻ്റെ ഭാഗമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്കൊന്ന് തലവൻ മുതൽ അതിനുള്ളൊരു സൂചനകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഇപ്പോൾ ലെവൽ ക്രോസ് ആണെങ്കിലും റേഡിയോ സമീപം ആണെങ്കിലും ഒക്കെ പ്രേക്ഷകാഭിപ്രായം ഉണ്ടായിരുന്നു. പല പല കാരണങ്ങൾ കൊണ്ട് തിയേറ്റർ റണ്ണിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അതെ അടിച്ചു ബുൾസൈ തന്നെ പറയാവുന്ന രീതിയിലാണ് ഒരു കൃത്യമായ റെസ്പോൺസ് കിട്ടുന്നത് വെച്ച് തിയേറ്റേഴ്സിൽ എല്ലാ എന്താ പറയുക, ഇപ്പം നമ്മളൊരു ഫാമിലിയിൽ നിന്നോ യങ്സ്റ്റേഴ്സിനോ ഒന്നുമില്ലാതെ എല്ലാവരും വന്ന് കാണുന്നൊരു സിനിമ എന്ന് പറയുന്നത്. നമ്മളിത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നറേഷൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു ഫാമിലി ഡ്രാമ മൂഡിൽ തുടങ്ങുകയും പിന്നെ ഒരു ത്രില്ലർ എലമെൻറ്റിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് എല്ലാ പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്.